എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്, തണുപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളിരാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളപ്പോൾ ഇതാ പതിവ് പോലെ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ്. കുറച്ച് ദിവസമായി പോയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇന്ന് ഇച്ചിരി തെളിഞ്ഞ മാനം കണ്ട കാരണം കൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതേ കുളിച്ചൊരുക്കി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോയി വന്നിട്ട് വേഗം പോയി വരണം. പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മനസ്സിനെങ്ങനെ കുളിർമയേകുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും റീഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ദിവസം ഏറ്റവും പോസിറ്റീവായിരിക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം തൊട്ടേ തന്നെ നല്ല നല്ല കാര്യങ്ങളായിരിക്കണം ചെയ്തു തുടങ്ങേണ്ടത്. ഇന്നത്തെ ദിവസം എന്താ, നമ്മൾ ഈ അമ്പലത്തിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിൽ മുടങ്ങാതെ പോയിരിക്കും. അതിന് യാതൊരു മുടക്കം വരില്ല. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, അത് നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റിവിറ്റി, ഒരു ചൈതന്യമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ. മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ സാധിച്ചാൽ തന്നെ നമ്മൾ ഏറെക്കുറെ സന്തോഷവാന്മാരായി ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ പതിവ് പോലെ പ്രസാദം കിട്ടി. അന്നം ദാനം ചെയ്യുക എന്ന് പറയുന്നതിന് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഈ അമ്പലത്തിൽ എപ്പോൾ ചെന്നാലും നമുക്ക് ഈ ഒരു ഭക്ഷണം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കാൻ കേട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെയാണ്, എല്ലാവരും ഒരു 5 മിനിറ്റൊക്കെ അമ്പലത്തിനകത്ത് ഇരിക്കും. പിന്നെ അതെല്ലാം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങളിതാ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. സ്വസ്ഥതയില്ലാത്ത മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണല്ലേ, അതിങ്ങനെ എവിടേക്കൊക്കെയോ പാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വസ്ഥത കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈശ്വരനെ വിളിക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. മനുഷ്യരെ കഴിഞ്ഞും നമുക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് ഭഗവാനിൽ മനസ്സർപ്പിക്കുമ്പോൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്വസ്ഥതയില്ലാത്ത മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണല്ലേ, അല്ലെങ്കിൽ നൂല് പൊട്ടിയ പട്ടം പോലെ അതിങ്ങനെ പാറിപ്പറന്ന് അവിടേക്കും ഇവിടേക്കൊക്കെ പോയി വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് കൂട്ടി ഇങ്ങനെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്കറിയാം എന്നെ സന്തോഷിപ്പിക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്നുള്ളത്. അതിനുള്ള സമയം ആരുടെ കയ്യിലും ഇല്ല. നമ്മൾ വേണം നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ. അപ്പോൾ നമ്മൾ വേണം നമ്മളെ സന്തോഷിപ്പിച്ച് ഇരുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഇതിനിടയ്ക്ക് നമ്മൾ വീട്ടിലെത്തി എന്നെ കണ്ടിട്ടുണ്ടെങ്കിലുള്ള ചരിത്രത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം അവിടെ നിന്ന് മൂങ്ങാൻ നോക്കും കേട്ടോ. അതാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്താനായിട്ട് നോക്കിയത്. അത് മാത്രമല്ല വീഡിയോ ഓണാക്കിയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഒന്ന് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. എല്ലാ മനുഷ്യർക്കും അറിയാം എനിക്ക് എന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യുക, അതുപോലെ വീടൊക്കെ നല്ല ഭംഗിയിൽ വെക്കുക, വീട്ടിലേക്ക് ഓരോന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ചെടികൾ വളർത്തുക, പെയിൻറ്റിങ് ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളാണ് എനിക്ക് സന്തോഷം തരുന്നത് കേട്ടോ. അല്ലാണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് നാട് മുഴുവൻ ചുറ്റി കറങ്ങി ഫുഡും അടിച്ച് വരുന്നതൊന്നും അല്ല കേട്ടോ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ. വീട്ടിലെ ജോലികൾ ചെയ്താലും എനിക്കത് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സന്തോഷത്തിൻ്റെ കീ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യം, മനസ്സമാധാനത്തിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിലുണ്ടല്ലോ കുറച്ച് സവോളയും മല്ലിയിലയും പച്ചമുളകും ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കോഫിയൊക്കെ ഇടാനായിട്ട് പാലവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് തൂവി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ദോശമാവിനെ കഴിഞ്ഞും കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ തേങ്ങാ ചട്നി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി ചട്നി ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ കോഫി തയ്യാറായി, ചട്നി തയ്യാറായി, ദോശയും പയ്യനെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ മൂടി വെച്ചിട്ട് വേവിക്കാം. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറുതെ ഗോതമ്പ് ദോശ തിന്നുന്നതിനെ കഴിഞ്ഞ് ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ. എന്നും ഒരുപോലത്തെ രീതികൾ നമ്മൾ മടുപ്പുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഒരു ടേസ്റ്റ് മാറ്റം വരുത്തിയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു പുതുമ തോന്നും കേട്ടോ. എല്ലാത്തിലും പുതുമ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതേപോലെ തന്നെ ആ ഒരു പുതുമ നമ്മുടെ മനസ്സിനും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയും. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ലോ നമ്മൾ എന്ത് കാര്യം ചെയ്താലും സക്സസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ചില പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ വഴികളിലും ഉണ്ടായിരിക്കും. അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതിനാദ്യം സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങളിൽ തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊന്നും ആർക്കും പകർന്നു തരാനായിട്ട് സാധിക്കില്ല. നമ്മളായിട്ട് സ്വയം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് എടുക്കണം. 10 മിനിറ്റിൽ കൂടുതൽ എന്നെ കാണാനായിട്ടുണ്ടെങ്കിൽ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ച് തപ്പി വരും കേട്ടോ. ഇന്നിപ്പോൾ ആദ്യം വന്നത് പിക്കുമോനാണ്. അപ്പോൾ ഞാൻ തുണി എടുക്കുന്ന കണ്ടപ്പോൾ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ കൊണ്ടുപോകോളം പറഞ്ഞു. ഞാനൊന്നും നോ പറയില്ല കേട്ടോ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആയിട്ട് വരുവാണെങ്കിൽ അങ്ങ് ചെയ്യട്ടെ എന്ന് ഞാൻ കരുതുള്ളൂ. അത്രയും ഭാരം നമുക്ക് കുറയുമല്ലോ. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക ജോലികൾ. എല്ലാം പേറി തലയിൽ ഏറ്റി നടക്കണമെന്നൊന്നും ഒരു നിയമവും ഇല്ല കേട്ടോ. എപ്പോഴും ഓർക്കുക, തളർത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കും. താങ്ങാവാനും തണലാകാനുമാണ് ആൾക്കാരുടെ എണ്ണം വളരെ കുറവ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് മേലേക്ക് വന്നതാണ് കേട്ടോ. അത് എന്തിനാണെന്നറിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പുതിന കട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ കട്ട് ചെയ്യണ്ടായിരുന്നു, വളർത്തുന്ന ചെടികൾ കട്ട് ചെയ്യണ കാണുമ്പോൾ വിഷമാണ് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എനിക്കും വിഷമമൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കട്ട് ചെയ്യും തോറും ഇത് ഒരുപാട് തഴച്ച് വളരും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരാഴ്ച പോലും വേണ്ട കേട്ടോ ഇതിന് നന്നായിട്ട് ഇതിൻ്റെ പുതിയ തളിർപ്പുകൾ വരാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചു തരാം. അയാളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തുണിയിടാൻ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. നല്ല വെയിലാണ് ഇന്ന്. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് അറിയാമോ ഒന്ന് വെയിൽ ഉദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് തുണിയുണ്ട്. 2 ദിവസത്തെ തുണിയുണ്ടല്ലോ ഞാൻ ഈ അഴയിൽ കൊണ്ടിട്ടിട്ട് 2 ദിവസം അവിടെ തന്നെ ഇട്ടു. കാരണം നമ്മളത് എടുത്തുകൊണ്ട് വന്ന് വീടിനകത്ത് വെച്ചാലൊന്നും ഇവിടെ ഉണങ്ങില്ല കേട്ടോ. ഇവിടെ അത്രയും തണുപ്പാണ്. ഫാൻ ഇട്ടിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, എനിക്കൊരു മണം ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് ഇട്ടത്. വെയിൽ വന്നിട്ട് ഉണങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വീണ്ടും നമ്മൾ ഒരു സെറ്റും കൂടി അലക്കിയിട്ടുണ്ട്. അത് കൊണ്ടിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ അപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കട്ട് ചെയ്യും തോറും ഇതിങ്ങനെ കിളിർത്ത് നന്നായിട്ട് വരും കേട്ടോ. ഞാൻ നേരത്തെ വെട്ടിയതിനെ കഴിഞ്ഞാൽ അധികം ഇല നിങ്ങൾക്ക് ഇതിൽ ഫീൽ കാണുമ്പോൾ തോന്നുന്നില്ലേ? നോക്കിക്കേ എത്ര ഇല വന്നിരിക്കുന്നു, നോക്കിക്കേ കണ്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കട്ട് ചെയ്യും തോറും പുതിയ തളിർപ്പുകൾ വരും. ഞാൻ കുറച്ച് അടുത്തേക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കട്ട് ചെയ്യും തോറും നന്നായിട്ട് തളിർത്ത് വരാനായിട്ട് തുടങ്ങും കേട്ടോ. ഇതുപോലെ കണ്ടോ എത്ര ഇലകൾ വന്നേക്കണം, നോക്കിക്കേ ഇങ്ങനെ കണ്ടോ. അതാ ഞാൻ പറഞ്ഞത്, കട്ട് ചെയ്താലും നന്നായിട്ട് ഇല വരും. പിന്നെ നമ്മൾ പുതിന വിഷമൊന്നും അടിക്കാണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായത് തന്നെ കഴിക്കാമല്ലോ. കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടായാൽ നമുക്ക് അത്രയും സന്തോഷമല്ലേ. അപ്പോൾ കേട്ടോ, എനിക്കും കട്ട് ചെയ്യണത് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, പക്ഷെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അവരുടെ ഗ്രോത്തിനും അത് തന്നെയാണ് നല്ലത്. പൂ ഉണ്ടായി നിൽക്കുന്ന ചെടികൾ കാണാൻ ഭംഗിയാണ്, പക്ഷേ ഉണ്ടല്ലോ നമ്മൾ എത്ര പൂക്കൾ കട്ട് ചെയ്ത് എടുക്കുന്നോ അത്രയും എക്സ്ട്രാ പൂക്കൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് പൂക്കൾ ഉണ്ടായാലും പറ്റാവുന്ന പൂക്കൾ നമ്മൾ എടുക്കുകയാണ് നല്ലത് കേട്ടോ. ആ പുതിന ചെടി വീണ്ടും കണ്ടപ്പോൾ ആ വിഷം അങ്ങ് മാറിയല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും. പുതിനയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ വേരുള്ള തണ്ടുകൾ നോക്കി ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് കഴിയുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാട്ടയിൽ കുഴിച്ചിട്ടാലും പുതിന ഉണ്ടാവും കേട്ടോ. കാറ്റ് വരുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ നല്ല കാറ്റ്, അല്ലെങ്കിൽ നല്ല വെയിൽ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അൺപ്രഡിക്റ്റബിൾ ആണ് കാലാവസ്ഥയൊക്കെ. മഴ പെയ്യട്ടെ. ഇവിടെ വെള്ളത്തിനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഏരിയയിലേക്ക് ഇല്ലെങ്കിലും പൊതുവെ ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് വളം ഇട്ട് കൊടുക്കണ്ടേ, എന്നാലല്ലേ വളരുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ 2 മാസമായിട്ട് ഇവിടെ ഒരു ചെടിക്കും വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മുട്ടേൻ്റെ തോടില്ലേ അത് പൊടിച്ചിടാം, അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റിനെയും കൊണ്ടിടാം. പക്ഷെ അതൊക്കെ ഇടുമ്പോൾ ഈ ഉറുമ്പും പിന്നെ പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സീഡില്ലാത്തതൊക്കെ അങ്ങനെയൊക്കെ നോക്കിയിട്ടിടണം. ബെറ്റർ മുട്ടയുടെ തോട് പൊടിച്ചിട്ട് കൊടുക്കാം. ചായയിൽ ഉണ്ടാവില്ലേ പഞ്ചസാര ചേർക്കാത്തത്, അത് അതിൻ്റെയൊക്കെ ഒരു കൊച്ചനെടുത്തിട്ട് അത് കൊണ്ടിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ ഒരാൾ പറഞ്ഞു, പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാനിങ്ങനെ നേരത്തെ എണീക്കുന്ന കണ്ടിട്ട് 6:30 എണീറ്റിരുന്നതാണ് ആ കുട്ടി. ഇപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് 5:30 കുറച്ചും കൂടി
സ്പീഡിൽ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കുറച്ചും കൂടി നേരത്തെ എണീക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തോന്നി എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ചെയ്യണ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പലതവണ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്കും ചെയ്യാൻ തോന്നും, നമുക്കും അങ്ങനെ ചെയ്യാമല്ലോ, നമുക്കും കുറച്ചുകൂടി സമയം കിട്ടില്ലേ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമാവില്ലേ, നമ്മൾ തന്നെ എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഓട്ടപ്രദക്ഷിണം വെച്ച് ചെയ്യണേക്കഴിഞ്ഞും ബെറ്റർ കുറച്ച് നേരത്തെ എണീറ്റ് അതിനനുസരിച്ച് കുറച്ച് നേരത്തെ കിടന്നു ഉറങ്ങുകയും വേണം കേട്ടോ. റെസ്റ്റും കിട്ടണം, അതേപോലെ നമ്മുടെ ജോലി നടക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ എണീക്കണത്. നിങ്ങളത് കാണിക്കുന്നത് എന്തിനാണ്, ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കെങ്കിലും ഒരു മോട്ടിവേഷൻ തോന്നിയാൽ അത്രയും സന്തോഷം എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതെൻ്റെ ജോലിയുടെ പാർട്ടാണ്, എൻ്റെ ഡെയിലി ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല കാറ്റാണ്, ഞാൻ പറയുന്നത് ഒന്നും കേൾക്കില്ല. നമുക്ക് പോയി തുണി വിരിച്ചിടാം. നമ്മളിടയ്ക്ക് ഒന്ന് സബ്ജക്റ്റിൽ നിന്ന് തെന്നി മാറിയില്ലേ, വീണ്ടും നമ്മുടെ സബ്ജക്റ്റിലേക്ക് തന്നെ വരാം. പിന്നെ ചുറ്റുള്ള ഒരു മനുഷ്യരെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുകയോ ചെയ്യാനായിട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനേക്കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ നമ്മളെ ഒപ്പോസ് ചെയ്യാനായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതിന് നല്ലൊരു മനസ്സ് ആദ്യം ഉണ്ടായിരിക്കണം. അത് കാരണം കൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടിയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചാലുണ്ടല്ലോ ഒരിക്കലും നമുക്ക് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അട്ടർ ഫ്ലോപ്പായിരിക്കും എന്ത് കാര്യം തുടങ്ങുമ്പോഴും. ആ സമയം എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ചിന്തിച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ, അത് സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തുണിയൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നു. ഇനി എനിക്ക് കിച്ചണിൽ അധികം പണിയൊന്നുമില്ല. രാത്രി നല്ല ഹെവി ആയിട്ട് കുക്കിംഗ് ഉള്ള കാരണം കൊണ്ട് ഇന്ന് ഉച്ചത്തേക്ക് വെറും പരിപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പരിപ്പും പിന്നെ പപ്പടം, മുട്ട ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതൊരു 15 മിനിറ്റിന്റെ പരിപാടി എനിക്കുള്ളൂ. അത് കാരണം കൊണ്ട് ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു കബോർഡാണ് ക്ലീൻ ചെയ്ത് ഒതുക്കി പറക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഞാനൊരു 4-5 മാസമായിട്ട് ഇത് ഞാൻ തൊട്ടിട്ട് പോലുമില്ല. ഇതെങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഐക്യയിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, അതുപോലെ ഇങ്ങനെ ഓർഗനൈസർ ബോക്സുകളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ മനസ്സിലുള്ള കാരണം കൊണ്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് ഒതുക്കി പറക്കി വെച്ചിട്ട് ഒരു ഗുണമില്ല. ആക്ച്വലി ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു 3 BHK ആണ്, ഇൻഡിപെൻഡന്റ് ഹൗസ് ആണ്, സ്വന്തം വീടാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് സ്വന്തം വീടാണോ, സ്വന്തം വീടാണ് കേട്ടോ. ബാംഗ്ലൂരൊക്കെ വീട് സ്വന്തമായിട്ട് ഉണ്ടാവുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ആണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തമായിട്ട് അത്രയും നാളുകളായിട്ടുണ്ട്. അപ്പൊ ഇതൊരു 3 BHK വീടാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തുള്ള 3ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്ര വലിയ യൂസ് ഒന്നുമില്ല. ഇങ്ങനത്തെ ഓഫീസ് കാര്യങ്ങള്, അതുപോലെ എനിക്കിവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റാൻഡിൽ ഇപ്പൊ നമ്മൾ മാറി വരുന്ന ഉടുപ്പും കാര്യങ്ങളൊക്കെ അതിൽ വിരിച്ചിടും. അത്യാവശ്യം തോർത്തും ടവലൊക്കെ വിരിച്ചിടാനായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ എന്റെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഈ കബോർഡിനകത്താണ് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എക്സ്ട്രാ വരുന്ന പലചരക്ക്, പിന്നെ വീട്ടിൽ അതർ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല, അതൊക്കെ ഈ കബോർഡിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു റൂമാണ് ഇത്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യാറില്ല, ബെഡും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കബോർഡ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഞാന് കുറെ നാളുകളായിട്ട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നുള്ളത് കേട്ടോ. എല്ലാം സാധനങ്ങളാണ് ഇതിനകത്ത് മുഴുവൻ. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ഡോറാണ്. അപ്പൊ ഇതിനകത്ത് കണ്ടോ ഇങ്ങനെ മൊത്തം ഐറ്റംസ് ആണ് കേട്ടോ. കുറച്ചൊക്കെ ഒതുങ്ങിയിരിപ്പുണ്ട്, കുറച്ചൊക്കെ നല്ല ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ബോക്സുകൾ ഉണ്ടായിരിക്കില്ലേ, അതൊന്നും ഞാൻ കളയില്ല കേട്ടോ. അതിനകത്തൊക്കെയാണ് ഞാൻ ഈ വക ഐറ്റംസ് ഒക്കെ ഇത്ര നാളും സൂക്ഷിച്ചിരുന്നത്. പണ്ട് എൻ്റെ 2 ബോക്സ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പൊ അതിനുശേഷം ഞാൻ ഇതുപോലത്തെ നമ്മുടെ കടലാസിന്റെ പെട്ടി കിട്ടില്ലേ, അതിനകത്തൊക്കെയാണ് വെച്ചിരുന്നത്. ഇനി അതൊക്കെ മാറ്റി കുറച്ചും കൂടി ഓർഗനൈസർ ആയിട്ട് കുറച്ചും കൂടി ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ബോക്സുകളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇവിടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒന്ന് തുടച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം കേട്ടോ. എടുത്താ അങ്ങനെ തന്നെ തലയിൽ കൂടെ മാറി അമ്മാതിരിയാണ് ഇരിപ്പ്. കിച്ചൺ ടിഷ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം. അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ.
ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നത്. ഭയങ്കര വെയിറ്റാ, എൻ്റെ കൈയൊക്കെ വേദനിക്കുന്നു. ഈ പാട്ടകളൊക്കെ മാറ്റണം. കൊറേ എന്തൊക്കെയോ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എല്ലാം കൂടി അങ്ങനെ ഇതിനകത്തൊക്കെ വൃത്തികേട് ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ മഴ, നമ്മുടെ ഒരു തവണ ഇങ്ങനെ മഴ പെയ്തിട്ടേ ഇതിനകത്ത് കുറച്ച് ഈർപ്പം വന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനുശേഷം അവിടെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ശരിയാവുമായിരിക്കും. ചെയ്യണം കേട്ടോ, അതൊക്കെ പെയിന്റിങ് വർക്കുകളാണ്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാനിപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ചാനലില്ലെങ്കിലും കൂടി ഞാൻ ഇങ്ങനെ തന്നെയാണ്. ചെറുപ്പം തൊട്ട് എൻ്റെ റൂം വൃത്തിയാക്കുന്ന ജോലി എനിക്ക് തന്നെയായിരുന്നു കേട്ടോ. അതെൻ്റെ അമ്മേരെ തലയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാറില്ല. അതല്ലാതെ എൻ്റെ അമ്മേനെ കുറേ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ള ആളൊന്നല്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ആ ഒരു ശീലം ചെറുപ്പത്തിൽ വളർത്തിയെടുത്ത കാരണം കൊണ്ട് വലുതായപ്പോഴും എൻ്റെ ഏത് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല വൃത്തിക്കും വെടുപ്പിനൊക്കെ കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്. ഇതൊക്കെ എന്താണെന്നറിയോ? ഇത് ഹണിയാണ്, തേന് നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ. നല്ല ഹണി. ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും നമ്മള്. ഇതും സ്റ്റോക്ക് ചെയ്യുന്നതാണ്. ഇടിച്ച മുളക് പൊടി, ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്യും ഇതുപോലെ. കണ്ടോ, മാക്സിന്ന് കിട്ടിയതാ. ഇത് ഫ്രിഡ്ജിലത്തെ ഷീറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് മാറി ഉപയോഗിക്കാനായിട്ട് എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓരോരോ തട്ടുകളായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആകെ സാധനങ്ങളായിരിക്കും. ഓരോരോ തട്ടെടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഷീറ്റ് വിരിക്കുമ്പോൾ വൃത്തികേടാവില്ല ഇവിടെയൊന്നും. അതിന്റെ അടിയിൽ കണ്ടോ അടുത്ത സൂത്രം. ഇതിന്റെ താഴെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് വിരിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. ആദ്യം ഒരു ഫ്ലക്സ്, ഇത് അമ്മ ചെയ്യില്ല. അമ്മ സാധാരണ ന്യൂസ് പേപ്പർ ഇടും. ഞാൻ ഫ്ലക്സ് വിരിച്ചിട്ട് കുറച്ചുകൂടി ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കബോർഡ് ലൈനർ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഫ്ലക്സ് സൂപ്പറാണ് കേട്ടോ യൂസ് ചെയ്യാൻ. നല്ല വൃത്തിയിൽ ഇവിടെ ഇരിക്കും. ഇവിടെ ഒന്നും അങ്ങനെ വൃത്തികേടാവില്ല. നമ്മൾ സാധനങ്ങൾ വെച്ച പാടൊന്നും വരില്ല കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള പൊടിയൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് നമുക്കെല്ലാം വൃത്തിയാക്കാം. അങ്ങനെ പൊടിയായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച അത്ര വൃത്തികേടില്ല. അവിടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഫ്ലക്സ് ഒക്കെ തിരിച്ച് അതുപോലെ തന്നെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട് ഭംഗിയാക്കാനായിട്ട് നമ്മൾ വില കൂടിയ സാധനങ്ങൾ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചുറ്റുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും റീയൂസ് ചെയ്യും. പിന്നെ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ഓരോരോ പതുക്കെയാണ് ഓരോരോ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട്. അല്ലാണ്ട് എല്ലാം ഒന്നിച്ചല്ല കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോ മേലെ ഭാഗത്ത് ഞാൻ തുടച്ച് നീറ്റാക്കി ഇതുപോലത്തെ ബാസ്കറ്റുകൾ വിത്ത് കണ്ടോ ചക്രം, ബാക്കിൽ വീലൊക്കെ ഉണ്ട്. നമുക്ക് ഉരുട്ടാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വേണമെങ്കിൽ ടോയ്സ് ഒക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ് കേട്ടോ, കുട്ടികളുള്ള വീടാണെങ്കിൽ. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ബോക്സ്. ഇത് അത്യാവശ്യം വലുതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 900 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്നു. ഓഫർ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പല സാധനങ്ങൾക്കും അവിടെ ഓഫർ ഉണ്ട്. ഞാൻ പറഞ്ഞ വിലേനെ കഴിഞ്ഞും ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ സെയിം റേറ്റ് ആയിരിക്കാം. ചില സാധനങ്ങൾക്ക് 50% ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സമയമായിരുന്നു ഞാൻ പോയത്. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ കിട്ടി. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല വിലയുടെ ബെഡ്ഷീറ്റ് പാതി വിലക്ക് കിട്ടി. അപ്പൊ അതൊക്കെ ഒരു ലാഭമായിട്ട് കണക്കാക്കാട്ടോ നമുക്ക്. ഇതൊക്കെ പറഞ്ഞാലും ഐക്യ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഞാനല്ല എന്ന് തന്നെയായിരിക്കും പറയുക. പിന്നെ ഓഫർ നോക്കിയിട്ട് പോവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കണ്ടോ, ഇത്
രണ്ടും വെച്ചപ്പോ കണ്ടോ ഇവിടെ ഇത്രയും എക്സ്ട്രാ സ്പേസ് എനിക്ക് കിട്ടി കേട്ടോ. നമുക്ക് ഇതില് സാധനങ്ങൾ വെച്ച് തുടങ്ങാം. ഇപ്പോൾ എനിക്ക് ഏതൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ നിശ്ചയമുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തല തിരിയുമായിരിക്കും. എന്നാലും ഒന്ന് ഒതുക്കി പറക്കിയാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് മാത്രം താഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മതിയല്ലോ എന്നുള്ളതാണ് ഒരു ആശ്വാസം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒതുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. എടുക്കുന്ന സമയത്താണെങ്കിൽ എല്ലാം ഒന്നിച്ച് തലമേലെ മറിയുമില്ല. അപ്പോൾ ഇത് ഇച്ചിരി വെയിറ്റുള്ള കാരണമാണ് ഞാൻ താഴെ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷനും കുറച്ച് ഓർഗനൈസിങ് ഐഡിയാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കബോർഡിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയതിന് ശേഷം വീണ്ടും എടുത്ത് വെച്ചതാണ്. ഇതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിലിപ്പോൾ ആവശ്യമില്ലാണ്ടിരുന്ന അല്ലെങ്കിൽ അത്രയും ഉപയോഗമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊക്കെ എടുത്ത് കളയുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബോർഡ് ലൈനർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. അതിലെ പൊടി മാത്രം തട്ടിക്കളയുകയും അല്ലെങ്കിൽ തുടച്ചെടുക്കുകയും ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ആ ഒരു താഴത്തെ ആ റോ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴും ഇനി ഒരു സ്റ്റോറേജ് ബോക്സും കൂടി എനിക്ക് ആവശ്യമുണ്ട്. അതിന് പകരമാണ് ഞാൻ ആ കടലാസ് പെട്ടി അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടോ എനിക്ക് ഉപയോഗമുള്ള കാരണം കൊണ്ടാണ് ഞാനത് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കറിയില്ല എന്തുമാത്രം ആവശ്യമുണ്ട്. അനാവശ്യമായിട്ട് വാങ്ങിച്ച് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ ഒരു മൈൻഡിലെ കണക്ക് വെച്ചിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചത്. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഇത് വാങ്ങിക്കും. അങ്ങനെ ഓരോരോ പ്രാവശ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.